നമ്മളുടെ കലാമാണ്. എന്താണ് നിങ്ങളുടെ ഖുർആനിലുള്ളതെന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയരുത്. അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് 3 വിഷയങ്ങളാണ്. ഒന്നാമത്തേത് എന്താണ്? തൗഹീദ്. രണ്ടാമത്തേത് റിസാലത്ത്. മൂന്നാമത്തേത് ആഖിറത്ത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഇതാണ് ഖുർആനിന്റെ വിഷയം. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന, ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന വിഷയം ഇതാണ്. പരിശുദ്ധ ഖുർആനിലെ ഏതായത്തെടുത്താലും ഒന്നുകിൽ അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് റിസാലത്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തതൊന്നില്ല. അതേത് കഥകളായിക്കോട്ടെ, ഉപമകളായിക്കോട്ടെ, ചരിത്രങ്ങളായിക്കോട്ടെ, ഈ 3 കണക്ട് ആവുന്നതാണ് എല്ലാ വിഷയങ്ങളും. അത് പരിശുദ്ധ ഖുർആനിലെ ഏതായത്തെടുത്താൽ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഇതാണ്. ഏതൊരു ആയത്ത് നമ്മൾ എടുത്താലും ഇത് ഈ 3 വിഷയത്തിൽ ഏതിൽ പെടുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ആയത്ത് ഓതുമ്പോൾ നമുക്ക് ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്താണ്, ഇത് റിസാലത്തുമായി ബന്ധപ്പെട്ട ആയത്താണ്, അല്ലെങ്കിൽ ഇത് ആഖിറവുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഏറ്റവും ചുരുങ്ങിയത് ഈ 3 വിഷയങ്ങളെയാണ് അല്ലാഹു അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. അതിൽ അഹ്കാമുകളുണ്ട്. അഹ്കാമുകൾ, വിധിവിലക്കുകൾ, അത് ഏതിൽ പെടുത്താം എന്ന് പറഞ്ഞു? വിധിവിലക്കുകൾ, നിസ്കാരം ബന്ധപ്പെട്ടത്, നോമ്പ് ബന്ധപ്പെട്ടത്, റിസാലത്തിലാണ് വിടക്കപ്പെടുക. വിധിവിലക്കുകളൊക്കെ ഇതിലപ്പെടുക, റിസാലത്തിലപ്പെടുക. റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചതിന്റെ ലക്ഷ്യവും പ്രവാചകന്മാരുടെ പ്രബോധനവും. പ്രവാചക നിയോഗ ലക്ഷ്യവും പ്രവാചകന്മാരുടെ പ്രബോധനവും അതിൽ ഉൾപ്പെടും. ഇതൊക്കെ അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹു പറയുന്ന ആയത്തുകളെല്ലാം തൗഹീദാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ ദിക്റുള്ള ആയത്തുകളെല്ലാം തൗഹീദിന്റെ കാറ്റഗറിയിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയത്. പരലോകവുമായി ബന്ധപ്പെടുന്ന ആഖിറത്തിന്റെ ശിക്ഷകൾ, നരകം, സ്വർഗം, സിറാത്ത്, മീസാന്, അവിടെയുള്ള അവസ്ഥകൾ, അതുമായി ബന്ധപ്പെടുന്നതെല്ലാം ആഖിറവുമായി ബന്ധപ്പെടുത്തി. ആഖിറ. ഈ 3 വിഷയങ്ങളാണ് അടിസ്ഥാനപരമായ ഖുർആനിന്റെ വിഷയം. ആര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് നിങ്ങളുടെ ഖുർആനുള്ളതെന്ന് വെച്ചാൽ ഇതാണ് വിഷയം. പിന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ഇവിടെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി കൊണ്ട് തൗഹീദിനെ പഠിപ്പിക്കുന്നു. റിസാലത്ത് പഠിപ്പിക്കുമ്പോഴും ആഖിറത്ത് പഠിപ്പിക്കുമ്പോഴും അതിന്റെ എല്ലാം മടക്കം തൗഹീദിലേക്കാണ്. റിസാലത്തിന്റെ ആയത്തുകളും ആഖിറത്തിന്റെ ആയത്തുകളെല്ലാം മടങ്ങുന്നത് തൗഹീദിലേക്കാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തൗഹീദ് മാത്രമാണ്, വേറൊന്നുമില്ല. ആ തൗഹീദ് പഠിപ്പിക്കാനാണ് റിസാലത്തും ആഖിറത്തും പഠിപ്പിക്കുന്നത്. ആ തൗഹീദ് ഇല്ലാത്തവർക്കുള്ള താക്കീതാണ് ആഖിറം. ആ തൗഹീദ് നഷ്ടപ്പെട്ടവർക്കുള്ള താക്കീതാണ് ആഖിറം. ആ തൗഹീദ് ഉൾക്കൊണ്ടവർക്കുള്ള തബ്ശീറാണ് ആഖിറം. തൗഹീദ് ഉൾക്കൊണ്ടവർക്കുള്ള തബ്ശീർ, സന്തോഷ വാർത്ത, അതാണ് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം. ആ തൗഹീദ് നഷ്ടപ്പെട്ടവർക്കുള്ള ഇൻദാറാണ് ആഖിറം. അവർക്കുള്ള താക്കീത്, നരകം, അവിടെയുള്ള ഭയാനകമായ ശിക്ഷകൾ. റിസാലത്ത്, പ്രവാചകന്മാരുടെ ദഅവത്ത്, അത് ഈ തൗഹീദ് എങ്ങനെ അവർ പഠിപ്പിച്ചു എന്നും ആ തൗഹീദ് പഠിപ്പിക്കാൻ അവർ ഏതൊക്കെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നും ഏതൊരു സമൂഹത്തെയാണ് അവർ തൗഹീദിലേക്ക് ക്ഷണിച്ചത് എന്നും ആ സമൂഹം എങ്ങനെയാണ് ഈ തൗഹീദിനെ കണ്ടത് എന്നും ഉൾക്കൊണ്ടത് എന്നും പഠിപ്പിക്കുന്ന റിസാലത്തിലൂടെ. ഇതാണ് ആകത്തുക പരിശുദ്ധ ഖുർആനിന്റെ പഠനം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അള്ളാഹു ആദം നബിക്ക് തൗഹീദ് പഠിപ്പിച്ചു. ആദം നബിക്ക് തൗഹീദേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ആദം നബിക്ക് തൗഹീദേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ആദം നബിന്റെ മക്കൾക്ക് തൗഹീദേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. പക്ഷെ വേറെ എന്തൊക്കെ അറിയാം? തെറ്റുകൾ അറിയാം, തിന്മകൾ അറിയാം. ആദ്യത്തെ തിന്മ ഏതാ? കൊല, ഖത്ൽ, ഹസദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിവടിസ്ഥാനത്ത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ശിർക്ക് സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ മഅസിയത്ത് ഉണ്ടായിട്ടുണ്ട്, അവർ ആസികളായിട്ടുണ്ട്, തെറ്റുകാരായിട്ടുണ്ട്. പക്ഷേ ശിർക്ക് ചെയ്തിട്ടില്ല. അവർ അല്ലാഹനെ മാത്രം വിളിക്കുന്നവരായിരുന്നു ആദമിന്റെ മക്കൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖാബീലു ഹാബീൽ അല്ലാത്തൊരു മോൻ, ഒരു നബി ആരാണ്? ഷീസ് ആദം നബിന്റെ മോനാണ്. ഷീസ് നബിയോടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നമായി കിടക്കുമ്പോൾ ഈ ദഅവത്ത് ഏൽപ്പിക്കുന്നത്. മരണാസന്നമായി കിടക്കുന്ന ആദം നബി മരിക്കാൻ കിടക്കുമ്പോൾ ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്ത് വിളിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. മോനെ, ഈ ദീൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഷീസ് നബിയാണ് ഏൽപ്പിക്കുന്നത്. തുടർന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ പക്ക മുവഹിദീങ്ങളാണ്. അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ വേറൊന്നും അറിയില്ല, ഒരു മുൻപരിചയം അവർക്കില്ല. അവരിതൊക്കെ പഠിപ്പിക്കാനായിട്ട് ആരും വന്നിട്ടുമില്ല. അവരിലേക്ക് അവരുടെ തൗഹീദിൽ കളങ്കമുണ്ടാക്കാൻ ആരുണ്ടായില്ല. അവർ നല്ല റൂട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 തലമുറകൾ കഴിഞ്ഞു. 10 തലമുറ, അതിന്റെ മക്കൾ 10 തലമുറ. ഈ 10ാമത്തെ തലമുറക്ക് തൊട്ട് മുമ്പുള്ള തലമുറകൾ അവരിൽ ജീവിച്ച മഹാന്മാരാണ് ആര്? വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരാണ്. ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. അവർ റിജാലുൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു അവർ. ശൈത്താൻ അവരിലേക്ക് പ്രവേശിച്ചു. ശൈത്താൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദുമാരാണ് ഇവർ, നിങ്ങൾ ഇവരെ ഓർക്കണം. നിങ്ങൾക്ക് ദീൻ പറഞ്ഞെന്ന, നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞെന്ന, നിങ്ങൾക്ക് നല്ല മാർഗം കാണിച്ച ഉസ്താദുമാരാണ്. അതുകൊണ്ട് ഇവരുടെ തമാസീലുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അത് ശൈത്താൻ പറഞ്ഞത് അവരുടെ ഖബറുകളെ പ്രത്യേകമാക്കണം. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ബഹുമാനാർത്ഥം അവർ പ്രത്യേകമാക്കി. അവസാനം ശൈത്താൻ പറഞ്ഞു, തമാസീലുകൾ ഉണ്ടാക്കണം, രൂപം ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ മജാലിസുകളിൽ നിങ്ങൾ വെക്കണം. നിങ്ങളുടെ മജ്ലിസുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ എന്തിനാ? ശൈത്താൻ പറയാണ്, നിങ്ങൾ അവരെ ഓർക്കാൻ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ നിമിഷവും നിങ്ങൾ അവരെ ഓർക്കാൻ. അവരെ മറന്നുകൊണ്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. എപ്പോഴും ഖബർസ്ഥാനിൽ പോകാൻ പറ്റും? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മജാലിസുകളിൽ, നിങ്ങൾ ഇരിക്കുന്നിടം, നിങ്ങൾ പോകുന്നിടം, അവരുടെ രൂപങ്ങൾ, ചിത്രങ്ങൾ ഉണ്ടായിക്കോട്ടെ. അവർക്ക് നന്നായി തോന്നി. ശരിയാണ്, നമ്മൾ ഉസ്താദ്മാരെ ഓർക്കാനൊക്കെ നല്ലതാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ല. അവർ തിംസാലുകൾ ഉണ്ടാക്കി അവരുടെ മജ്ലിസുകളിൽ വെച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റുഫിഅത്തിൽ ഇൽം നസിയൽ ഇൽം, കാലക്രമേണ അറിവുകൾ മാഞ്ഞുപോയി, മറന്നുപോയി. അറിവ് മറന്നുപോകും, ഇൽമ് മറന്നുപോകും. അത് പറഞ്ഞോണ്ടേ ഇരുന്നിട്ടില്ല എങ്കിൽ മറന്നുപോകും. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നിട്ട് നടത്തിയൊരു ഖുതുബ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടോ? ഇല്ല. ഞാൻ എന്താ വിഷയം? എനിക്ക് ഓർമ്മ ഉണ്ടാവും? ഇല്ല. ഇൽമ് മറക്കപ്പെടും. അത് ആവർത്തിക്കാൻ ആളില്ല എങ്കിൽ, അത് പറയാൻ ആളില്ല എങ്കിൽ,
അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആളില്ല എങ്കിൽ ഇൽമ് മറക്കപ്പെടും. ഇൽമ് മറന്നു. തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇൽമ് മറക്കപ്പെട്ടു. ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് തന്റെ മജ്ലിസുകളിൽ വെച്ച ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ മക്കൾ വന്നു, അവർക്ക് തോന്നി നമ്മുടെ ഉപ്പപ്പമാർ ഇവരെ ആരാധിച്ചിരുന്നു എന്ന്. കാരണം ഇത് ആരാധിക്കായിരുന്നില്ല, ഇത് നമ്മൾ ബഹുമാനിക്കായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതായി പോയി. ഏതൊരു കാര്യം അങ്ങനെയാണ്. അത് ഉണർത്തിക്കൊണ്ടേ ഇരിക്കാൻ ആളില്ല എങ്കിൽ മെല്ലെ 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 അത് മറ്റൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ അവർ കരുതി നമ്മൾ ഉപ്പപ്പമാർ ഇതിനെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് എന്ന്. അങ്ങനെ അവർ അതിനെ ആരാധിക്കാൻ തുടങ്ങി. എത്രത്തോളം ശൈത്താൻ അവരിലേക്ക് പ്രവേശിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പപ്പമാർക്ക് മഴ ലഭിച്ചത് ഇവര് കാരണത്താലാണ്. നിങ്ങളുടെ ഉപ്പപ്പമാർക്ക് മഴ ലഭിച്ചത് ഇവരുടെ കാരണത്താലാണ്. നിങ്ങളുടെ ഉപ്പപ്പമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടത് ഇവര് കാരണത്താലാണ്. അങ്ങനെ ഇവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റസൂലായി നിയോഗിക്കുന്നത്. നമുക്കറിയാം ചരിത്രത്തിന്റെ തുടക്കം, ഷിർക്കിന്റെ തുടക്കം അവിടെയാണ്. നൂഹ് നബി വന്നു ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ഷിർക്കിനെതിരെ വന്ന റസൂൽ ആദം നബി റസൂലാണ്. ആദ്യത്തെ റസൂൽ ആദം നബിയാണ്. ഷിർക്കിനെതിരെ, ഷിർക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വന്ന ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇവരെ നിങ്ങൾ ആരാധിക്കരുത്. അവർ പാരമ്പര്യത്തെ പിടിച്ചവർ പറഞ്ഞു, ഇല്ല, ഇത് നമ്മുടെ ഉപ്പപ്പന്മാരെ കാണിച്ചു തന്ന രീതിയാണ്, നമ്മൾ ഇത് പിന്തുടരും. അവര് പറഞ്ഞു, ഖാലു ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വിടരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊഖ വയഊസ വനസ്ര, ഇവരെയൊന്നും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഇത് നമ്മളുടെ ഉപ്പപ്പമാരെ വഴി നമുക്ക് കിട്ടിയ ഒരു ആദർശമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് തർക്കിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഖാലു യാ നൂഹേ ഖദ് ജാദൽതനാ, നീ നമ്മളോട് തർക്കിച്ചു. ഫഅക്സർത ജിദാലനാ, നിന്റെ തർക്കം ഓവറായി. ഫഅക്സർത ജിദാലനാ, നമ്മളോടുള്ള തർക്കം ഓവറായി. ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നൂഹേ, നീ പറയുന്നത് സത്യമാണ് എങ്കിൽ, നീ നമ്മളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ, ഷിർക്ക് ചെയ്താൽ, ഈ പറഞ്ഞ റോഡിൽ പോയാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ വരുമെന്ന്. നൂഹ് നബി അങ്ങനെ പറയും, നിങ്ങൾക്ക് ശക്തമായ വേദനാജനകമായ ശിക്ഷ വരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ. നൂഹേ, നീ കൊണ്ടുവാ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ കൊണ്ടുവാ. അവസാനം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ, ഏ അല്ലാഹ്, ഞാൻ പരാജയപ്പെട്ടു പോയി, എന്നെ സഹായിക്കണം. ഞാൻ പരാജയപ്പെട്ടു പോയി. നൂഹ് നബിയുടെ ദുആ. ഖാല റബ്ബി, ഇത് ഞാൻ ഓതിയ സൂറത്തുൽ ഖമർ. സൂറത്തുൽ നൂഹിൽ ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഏ അല്ലാഹ്, ഞാൻ രാപ്പകലില്ലാതെ ജനങ്ങളെ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, അവർ വിരണ്ടോടുകയല്ലാതെ ഒരു ഫലമില്ല. നൂഹ് നബി 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് വിശ്വസിച്ച ആളുകൾ വളരെ ചുരുക്കം. മുഫസ്സിറുകൾ വ്യത്യസ്ത എണ്ണം പറഞ്ഞു. ചിലർ പറഞ്ഞു 4 ആള്, വെറും 4 ആള്. ചിലർ പറഞ്ഞു 40 ആള്. അവസാനം പറഞ്ഞ ആള് പട്ടന്മാർ പറഞ്ഞത് 72 പേര്. ഏതുമാവാം. 950 വർഷം നൂഹ് നബി തൗഹീദ് അല്ലാത്ത മറ്റൊരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മറ്റു പല പ്രവാചകന്മാരുടെ ഖൗമിലും മറ്റു പല തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ഖൗമ് മോശമായ ആണുങ്ങളെ സ്നേഹിക്കുന്ന
വികാരം കാണിക്കുന്ന തിന്മയുണ്ടായിട്ടുണ്ട്. ഷുഐബ് നബിയുടെ ഖൗമ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുമായിരുന്നു, കുറക്കലും കൂട്ടലൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ പല തിന്മകളും പല ഖുർആനിൽ അവരുടെ ദഅവത്ത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നൂഹ് നബിയുടെ ദഅവത്തിൽ വേറൊന്നുമില്ല. 950 വർഷം നൂഹ് നബി തൗഹീദ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൗഹീദ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞു, ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. ആകെ കുറച്ച് പേര് നൂഹ് നബി അംഗീകരിച്ചു. അവര് കപ്പലിൽ കയറി ആണല്ലോ, അവര് കപ്പലിൽ കയറി. പിന്നെ ഭൂമിയിൽ ആരില്ല? കാഫിറുകൾ ആരുമില്ല, മുശ്രിക്കുകൾ ആരുമില്ല. നൂഹ് നബിയെ വിശ്വസിച്ച ആ മുഅ്മിനീങ്ങൾ, നൂഹ് നബിയുടെ തൗഹീദ് ഉൾക്കൊണ്ട, നൂഹ് നബിയുടെ തൗഹീദ് ഉൾക്കൊണ്ട ആ സമയത്ത് ആ നാട് മുഴുവനും നൂഹ് നബിക്കെതിരെ നിന്നപ്പോഴും നൂഹ് നബി ഉൾക്കൊണ്ട ആ ചിലരിലാണ് പിന്നീട് എന്തുണ്ടായത്? ശിർക്ക് ഉണ്ടായത്. പിന്നെ ശിർക്ക് കണ്ടത് ആദ് സമൂഹത്തിലാണ്. ആദ് സമൂഹത്തിലാണ്. അവരുടെ ഇടയിലും കുറച്ച് വിഗ്രഹങ്ങൾ ഉടലെടുത്തു. സ്വദ എന്ന് പറയുന്ന വിഗ്രഹം, ഹുദ എന്ന് പറയുന്ന വിഗ്രഹം അവരുണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. എങ്ങനെയാ നശിപ്പിച്ച ആദ് സമൂഹത്തെ? ബിരീഹിൻ സർസറിൻ ആതിയ, അത്യുഗ്രമായ കാറ്റ്, ശക്തമായ കാറ്റടിച്ചു. ആദ് സമൂഹം ഇല്ലാണ്ടായി. ആദ് സമൂഹത്തിൽ നിന്നും ഈ ശിർക്ക് കൺവെർട്ട് ചെയ്തു സമൂദ് ഗോത്രത്തിലേക്ക്. ആദ് ഗോത്രത്തിലേക്ക് വന്ന പ്രവാചകൻ ആരാ? ഹൂദ് നബി. ഹൂദ് നബി. അവിടെ നിന്ന് സമൂദ് ഗോത്രത്തിലേക്ക് ഈ ശിർക്ക് പോയി. നൂഹ് നബിയുടെ കാലത്തിന് ശേഷം ആദ് സമൂഹത്തിലേക്ക് പോയി. ആദിൽ നിന്ന് സമൂദിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത് ശിർക്കിന്റെ റൂട്ടാണ് പറയുന്നത്, സമൂദിലേക്ക്. സമൂദിൽ നിന്ന് എങ്ങോട്ട് പോയി? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിലേക്ക്. ഇബ്രാഹിം നബിയുടെ ഖൗമ് സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു, നക്ഷത്രങ്ങളെ ആരാധിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ചു. ഇതൊക്കെ ആരാധിച്ച ഒരു ഖൗമാണ് ഇബ്രാഹിം നബിയുടെ ഖൗം. അതേതാ നാട്? ഇറാഖ്. ഇറാഖ് ആ ഭാഗങ്ങളാണ്. മക്കയിലേക്കൊന്നും എത്തിയില്ല. മക്കയിലേക്കൊന്നും ജനവാസം തുടങ്ങിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ഖൗം ഇതിനെ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നക്ഷത്രങ്ങൾ ഉദിച്ചു വരുമ്പോ പറയും ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഉദിച്ചു അങ്ങനെ പറഞ്ഞത്? നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന, കവാക്കിബുകളെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നക്ഷത്രങ്ങൾ ഉദിച്ചു വരുമ്പോ പറയും ഹാദാ റബ്ബി. ഫലമ്മാ അഫലത്, ആ നക്ഷത്രങ്ങളെല്ലാം അസ്തമിക്കുമ്പോ പറയും ഇതെന്റെ റബ്ബല്ല, എന്റെ റബ്ബ് അസ്തമിക്കൂല. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോ ചന്ദ്രനെ കാണിച്ചിട്ട് ജനങ്ങളോട് പറയും, ജനങ്ങളെ ഇതാണ് എന്റെ റബ്ബ്, ഹാദാ റബ്ബി. അങ്ങനെ ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ ഇബ്രാഹിം നബി പറയും എന്റെ റബ്ബ് അസ്തമിക്കൂല. അങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ പറയും ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് എന്റെ റബ്ബ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇബ്രാഹിം നബി പറയും ഇല്ല, എന്റെ റബ്ബ് അസ്തമിക്കൂല. ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കണം, എന്റെ റബ്ബ് അസ്തമിക്കൂല. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഖൗമ് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ആരാധിച്ചു. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സൂര്യനെയും ചന്ദ്രനെയും നരകത്തിലിടും. ഹദീസാണ്, സഹീഹ് ഹദീസാണ്. സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു നരകത്തിലിടും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, സൂര്യനും ചന്ദ്രനും ഇതിന് തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ച ആളുകൾ സൂര്യനും ചന്ദ്രനും നരകത്തിൽ കിടന്ന് തിളക്കുന്നത് അവർ കാണും. നമ്മൾ ആരാധിച്ച സൂര്യനും ചന്ദ്രനും നരകത്തിൽ തിളക്കുന്നത് ഇവരെ കാണും. അതിനു വേണ്ടി അല്ലാഹു സൂര്യനെയും ചന്ദ്രനെയും നരകത്തിലിടും. മറ്റൊരു അഭിപ്രായ പ്രകാരം മറ്റെല്ലാം നരകത്തിന്റെ വിറകുകളാണ്. അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു നരകത്തിലിടും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗം അതുപോലെ വിഗ്രഹങ്ങളെയും ആരാധിച്ചു. ഇബ്രാഹിം നബിയുടെ 2 മക്കൾ, ഒന്നാരാ? ഇസ്മായിൽ, 2 ഇസ്ഹാഖ്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് പിന്നീട് പ്രവാചകന്മാരുണ്ടായത്. ഒരുപാട് പ്രവാചകന്മാർ. അത് അവരേതാ ടീം? അവർക്ക് എന്താ പറയാ? ബനി ഇസ്രായേൽ.
ബനി ഇസ്രായേൽ. ഇബ്രാഹിം നബിയിൽ എത്തി നമ്മൾ. ഇബ്രാഹിം നബിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ഏത് നബി വരെ? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ. ഇസ്ഹാഖ് നബിയിൽ നിന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ. അതാണ് അതിന്റെ ചങ്ങല. അതിലെയാണ് ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ വന്നത്. ഇസ്ഹാഖ് നബിന്റെ മോനാരാ? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബിയുടെ പേരാണെന്ത്? ഇസ്രായീൽ. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. അതാണ് ബനി ഇസ്രായീൽ എന്ന് വിളിക്കുന്നത്. ഇസ്രായീലിന്റെ മക്കൾ. യാക്കൂബ് നബിയിലേക്ക് ചേർത്താണ് ഈ വിളി. യാക്കൂബ് നബിയിലേക്ക് ചേർത്താണ് ഈ വിളി. ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബിന്റെ മക്കൾ. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അങ്ങോട്ട് പിന്നെ ശിർക്ക് പോയത് ഇസ്ഹാഖ് നബിയിൽ നിന്ന് യാക്കൂബ് നബിയുടെ പരമ്പരയിലേക്കാണ്. അവര് പിന്നെ കിതാബുകൾ ഇറക്കപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ ഉസൈർ നബി ആരാധിക്കാൻ തുടങ്ങി, ഈസാ നബി ആരാധിക്കാൻ തുടങ്ങി. അവർ ഇജ്ലിനെ, കാളക്കുട്ടിയെ ആരാധിച്ചു. മൂസാ നബിന്റെ ഖൗമ് കാളക്കുട്ടിയെ ആരാധിച്ചു. ഇജ്ൽ അത് ഈസാ നബിയിൽ ചെന്നെത്തി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വന്നു. ഇബ്രാഹിം നബി മക്കയിലേക്ക് വന്നു. ആദ്യമായിട്ട് മക്കയിൽ ജീവിതം തുടങ്ങിയതാരാണ്? ഇബ്രാഹിം നബി. മക്കത്ത് ആരുമില്ല. മക്ക വെറും മലകളും പാറകളും നിറഞ്ഞൊരു നാട്. ആദ്യമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെയും കൂട്ടിയിട്ട് മക്കയിലെത്തി. അവര് ജീവിതം തുടങ്ങി. മക്ക പല നാടുകളിലേക്കും പോവാനുള്ള ഒരു വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രാ സംഘങ്ങൾ മക്കയിലൂടെ കടന്നു പോകും. യാത്രാ സംഘങ്ങൾ മക്കയിലൂടെ കടന്നു പോകും. ആളുകൾ അവിടെ ചേക്കേറാൻ തുടങ്ങി. സംസം അവിടെ ഉണ്ടായി. സംസം മക്കക്കാർ, അവിടെ പിന്നീട് വന്ന മക്കക്കാരെല്ലാം അവരുടെ നാട്ടിലുള്ള ഒരു ഉറവയായ വെള്ളമായിട്ട് അവരെ കാണാൻ തുടങ്ങി. മക്കയിൽ ഇപ്പൊ ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ ദഅവത്ത് അറിഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. വേറെ ആരും ദൂരത്തുനിന്ന് ഗോത്രക്കാരോ മതക്കാരോ ഒന്നും മക്കയിലേക്ക് വന്നിട്ടില്ല. മക്ക ക്ലീൻ ആണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിഞ്ഞ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിഞ്ഞ, ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും കഅബ നിർമ്മാണം അറിഞ്ഞ ആളുകളാണ് പിന്നെ മക്കക്കാർ. അവർക്ക് സംസം പവിത്രമായ വെള്ളമാണ്. കഅബ പവിത്രമായ അല്ലാഹുവിന്റെ വീടാണ്. എല്ലാവരും മുവഹ്ഹിദീങ്ങൾ. ആരുടെ തൗഹീദ്? ഇബ്രാഹിം നബിയുടെ തൗഹീദ്. മറ്റുള്ളത് അവിടെ പോയി. ബനി ഇസ്രായേലുകളൊക്കെ അവിടെ പോയി. ഇറാഖ്, ഇറാൻ, സിറിയ തുടങ്ങിയ ആ രാജ്യത്തേക്ക് പോയി. മക്ക, ഇബ്രാഹിം നബിയിലൂടെയാണ് മക്ക ജീവിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ തൗഹീദ് സ്ഥാപിച്ചു. വേറെ ആരുമില്ല മക്കയിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് കേട്ടിട്ട് മക്കക്കാർ ജീവിക്കാൻ തുടങ്ങി. മക്കക്കാർക്ക് തൗഹീദ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരിക്കൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന അന്നത്തെ മക്കയിലെ സയ്യിദ്, നേതാവ്. ഇപ്പൊ നോക്കിയേ, മക്കയിൽ ആരുമില്ല. മുവഹ്ഹിദീങ്ങൾ മാത്രമുള്ള, അള്ളാഹനെ ആരാധിക്കുന്നവര് മാത്രമുള്ള മക്ക, ക്ലീനായ മക്ക, തൗഹീദ് മാത്രം അറിയുന്ന മക്ക. ആ മക്കയിൽ അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന മുവഹ്ഹിദ്, അംർ ഇബ്നു ലുഹയ്യ് അവരുടെ സയ്യിദാണ്, അവരുടെ നേതാവാണ്. അംർ ഇബ്നു ലുഹയ്യ് ആ നാട്ടിലെ സ്വീകാര്യനാണ്. എന്ത് പറഞ്ഞാലും ജനങ്ങൾ കേൾക്കും. കാരണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് ആര്? അംർ ഇബ്നു ലുഹയ്യ്. അംർ ഇബ്നു ലുഹയ്യ് ഒരിക്കൽ കച്ചവട ആവശ്യാർത്ഥം സിറിയയിലേക്ക്, ഷാമിലേക്ക് യാത്ര പോയി. അങ്ങനെ ഷാമിൽ നിന്നും അംർ ഇബ്നു ലുഹയ്യ് ഷാമിലുള്ള ആളുകൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തവാഫ് ചെയ്യുന്നതായിട്ടും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആവശ്യങ്ങൾ പറയുന്നതായിട്ടും കാണുന്നു. അംർ ഇബ്നു ലുഹയ്യിന് അങ്ങനത്തെ ഒരു ചിത്രം പരിചയമേ ഇല്ല.
അംർ ഇബ്നുൽ ലുഹയ്യ് മക്കയിൽ ജീവിച്ച മനുഷ്യനാണ്. ഇബ്രാഹിം നബിയുടെ തൗഹീദേ അവർക്കറിയുള്ളൂ. പക്ഷെ അംർ ഇബ്നുൽ ലുഹയ്യ് ഇത് കണ്ടപ്പോ വല്ലാത്ത കൗതുകം തോന്നി. അംർ ഇബ്നുൽ ലുഹയ്യ് അവരോട് ചോദിച്ചു, മാദാ അൻതും തഫഅലൂൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ആ സമയത്ത് ഷാമുകാരായ ആളുകൾ പറഞ്ഞു, നമ്മൾ ഇവരെ ആരാധിക്കുകയാണ്, നമ്മൾ ഇവരോട് മഴക്ക് തേടും, ഇവർ നമുക്ക് മഴ തരും. നമ്മൾ ഇവരോട് മഴക്ക് തേടും, ഇവർ നമുക്ക് മഴ തരും. നമ്മൾ ഇവരോട് സഹായം ചോദിക്കും, ഇവർ നമ്മെ സഹായിക്കും. ഇത് അംർ ഇബ്നുൽ ലുഹയ്യിനോട് ഇവർ പറഞ്ഞു കൊടുക്കണം. അംർ ഇബ്നുൽ ലുഹയ്യ് ഇത് കേട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്കും വേണം ഇതുപോലത്തെ ഒന്ന്, എനിക്കും വേണം ഇതേപോലത്തെ ഒന്ന്. അംർ ഇബ്നുൽ ലുഹയ്യ് ആദ്യമായിട്ട് ഷാമിൽ നിന്നും വരുമ്പോൾ അവർ അംർ ഇബ്നുൽ ലുഹയ്യിനായിട്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു വിഗ്രഹവുമായിട്ടാണ് മക്കയിലേക്ക് വന്നത്. ആ വിഗ്രഹത്തിന്റെ പേര് ഹുബൽ. ആദ്യത്തെ കഅബയുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം, ആദ്യമായി കഅബയുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഹുബൽ എന്ന വിഗ്രഹം. അംർ ഇബ്നുൽ ലുഹയ്യ് ഇത് കൊണ്ടുവന്നിട്ട് കഅബയുടെ അകത്ത് വെച്ചിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാരെ, ഇനി ഈ വിഗ്രഹത്തെയും നിങ്ങൾ തവജ്ജുഹ് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് തിരിയണം. നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഈ വിഗ്രഹം വഴി നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇതിനെ നിങ്ങൾ പ്രത്യേകമായിട്ട് കാണണം. അംർ ഇബ്നുൽ ലുഹയ്യ് കൊണ്ടുവന്ന ആദ്യത്തെ വിഗ്രഹത്തിന് ശേഷമാണ് മക്കയിൽ ശിർക്ക് തുടങ്ങുന്നത്. അതുവരെ മക്കക്കാർക്ക് ശിർക്ക് പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഅ്റാജിന്റെ യാത്രയിൽ നരകത്തിൽ ഞാൻ അംർ ഇബ്നുൽ ലുഹയ്യിനെ കണ്ടു. ജറ ഉസ്ബഹു, അവൻ അവന്റെ കുടമാലകൾ വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. അവനാണ് അവ്വലു മൻ ഗയ്യറ ദീന ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മതത്തെ ആദ്യമായിട്ട് മാറ്റിയവൻ അവനാണ്. അപ്പൊ അംർ ഇബ്നുൽ ലുഹയ്യ് വരെ മക്കയിൽ എന്തില്ല? ശിർക്കില്ല. അംർ ഇബ്നുൽ ലുഹയ്യിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ 300 ചില്ല വിഗ്രഹങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത്. അതുവരെ മക്കക്കാർക്ക് എന്തില്ല? വിഗ്രഹങ്ങളെ പരിചയമില്ല. അംർ ഇബ്നുൽ ലുഹയ്യ് വരെ, അംർ ഇബ്നുൽ ലുഹയ്യ് അവരെ വിഗ്രഹത്തെ പരിചയപ്പെടുത്തി. ആ വിഗ്രഹമാണ് പിന്നീട് ഇത്രയും വിഗ്രഹമായിട്ട്, പിന്നെ ലാത്തയുടെ വിഗ്രഹം ഉണ്ടായി, ഉസ്സയുടെ വിഗ്രഹം ഉണ്ടായി, ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടായി, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ഉണ്ടായി, ത്വായിഫുകാർക്ക് ഒരു വിഗ്രഹം, ത്വായിഫുകാർക്ക് ഒരു വിഗ്രഹം, ഓരോ ഗോത്രക്കാർക്ക് ഓരോ വിഗ്രഹം, ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ വിഗ്രഹം. ഈ രൂപത്തിൽ കഅബയിൽ മക്കയിൽ വിഗ്രഹം പെരുകി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ശിർക്ക് വന്ന വഴി ഇങ്ങനെയാണ്. ശിർക്ക് തുടങ്ങിയത് ഖബറിൽ നിന്നാണ്. ശിർക്ക് തുടങ്ങിയത് ഖബറിൽ നിന്നാണ്. ഖബറാണ് ശിർക്കിന്റെ മൂലാധാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ പരിചയപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവത്തെ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ അല്ലാഹു പരിചയപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദകിർ. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 3 തവണ അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾക്ക് ഞാൻ എളുപ്പമുള്ളതാക്കി. ഫഹൽ മിൻ മുദ്ദകിർ, അത് പഠിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ്. ഈ ആയത്ത് എവിടെയുള്ളതെന്ന് അറിയാം? ഏത് സൂറത്തിലാ? സൂറത്തുൽ ഖമറിൽ. ഏത് സംഭവത്തിന്റെ താഴെ എന്നറിയോ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ താഴെ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിക്കുകയും ആ ജനങ്ങൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളവാക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയാണ്, അവര് പറഞ്ഞു ഖാലൂ മജ്നൂൻ, നൂഹ് ഭ്രാന്തനാണെന്ന് അവര് പറഞ്ഞു. വസ്തുജിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നൂഹ് ആട്ടി ഓടിക്കപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭ്രാന്തനാണെന്ന് അവർ വിളിച്ചു.
എന്നിട്ട് അല്ലാഹു പറയാണ്, ആരെങ്കിലും ഉണ്ടോ ഇത് പഠിക്കാൻ, മനസ്സിലാക്കാൻ? വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദകിർ, പഠിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടോ മുമ്പോട്ട് വരാൻ? എന്ത് പഠിക്കാൻ? തൗഹീദ് പഠിക്കാൻ. തൗഹീദ് പഠിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചേ മതിയാകും. അല്ലാഹുവിന്റെ തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞേ മതിയാകൂ. പക്ഷെ ഇവര് പറയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാതെ ഇവർ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കാതെ പരിശുദ്ധ ഖുർആനിന്റെ പഠനം പൂർത്തിയാവില്ല. തുടക്കം അതാണ്. നൂഹ് നബിയുടെ ചരിത്രമാണ് ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറയാൻ ഉപയോഗിച്ചത്. നൂഹ് നബിയുടെ ചരിത്രം അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് എളുപ്പമാണ് ഖുർആൻ. ഈ ചരിത്രം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തൗഹീദ് പഠിപ്പിക്കാൻ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നത്, ചരിത്രം വിശദീകരിച്ചു തന്നത് എളുപ്പത്തിന് വേണ്ടിയാണ്. ഈ കാലഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നവർ നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ നാം അവരുമായി താരതമ്യം ചെയ്യേണ്ടത് നൂഹ് നബിയുടെ ഖൗമിനെയാണ്, മക്കയിലെ മുശ്രിക്കീങ്ങളെയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ നല്ല മുവഹിദുകളായി ജീവിച്ചവരാണ്. അവർക്ക് ശിർക്ക് പരിചയമില്ല, അവർക്ക് വിഗ്രഹങ്ങളെ പരിചയമില്ല, അവർക്ക് വേറെ ഒന്നും പരിചയമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് അറിഞ്ഞ് ജീവിച്ച അവരിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദുമായിട്ട് വന്നത്. അവർക്ക് വളരെ ക്ലിയർ ആണ് മുഹമ്മദ് നബിയുടെ സംസാരം. മുഹമ്മദ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ആ അല്ലാഹനെ അറിയാം, ആ അല്ലാഹനെ നമുക്കറിയാം. മുഹമ്മദ് പിന്നെ എന്താണ് ഈ സംസാരിക്കുന്നത്? ആ അല്ലാഹനെ നമുക്ക് ക്ലിയർ ആണ്. മുഹമ്മദ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ നമുക്കറിയാം. മുഹമ്മദ് ആകാശം സൃഷ്ടിച്ചത് ആരാണെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നമുക്കറിയാം അത് അല്ലാഹുവാണെന്ന്. മുഹമ്മദ് ഭൂമി സൃഷ്ടിച്ചത് ആരാണെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. മക്കത്തെ മുശ്രിക്കുകൾ പറയാണ് ഇതൊക്കെ അല്ലാഹുവാണെന്ന് നമുക്കറിയാലോ, നമ്മൾ അല്ലാഹനെ അംഗീകരിക്കുന്നവരാണല്ലോ. ഇവരും പറയുന്നു, ജാറങ്ങളെ പൂജിക്കുന്നവരും പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് അല്ലാഹനെ അറിയാതെ ഇവരൊക്കെ പറയുന്നത് നമുക്ക് അല്ലാഹനെ അറിയില്ല, നമ്മൾ അല്ലാഹനെ വിളിക്കാത്തവരാണ്, നമ്മൾ അല്ലാഹനോട് ചോദിക്കാൻ. മക്കത്തെ മുശ്രിക്കീങ്ങളും അതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, മുഹമ്മദേ നമുക്ക് അല്ലാഹനെ അറിയാം. അല്ലാഹു ചോദിക്കാൻ പറഞ്ഞതിനാണ്, ഉറപ്പിക്കാൻ. ചോദിക്കും മുഹമ്മദ് അവരോട്. അവര് പറഞ്ഞു, ആകാശം സൃഷ്ടിച്ചത് അല്ലാഹു, ഭൂമി സൃഷ്ടിച്ചത് അല്ലാഹു, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു, നിയന്ത്രിക്കുന്നവൻ അല്ലാഹു, ഭക്ഷണങ്ങളെ മുളപ്പിക്കുന്നവൻ അല്ലാഹു, മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹു, എല്ലാം അല്ലാഹുവാണ്. അപ്പോഴാണ് അല്ലാഹു റസൂലിനോട് അന്ന് ചോദിക്കാൻ പറയുന്നത്, പിന്നെന്തേ തെറ്റിപ്പോയെ? അവര് പറഞ്ഞു, മുഹമ്മദേ നമുക്ക് ഇവരൊക്കെ വേണം നമ്മുടെ കൂടെ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് നമ്മൾ എന്തിനു പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞത്. എന്തിനു പഠിക്കണം? അബൂലഹബിന് തൗഹീദ് അറിയാം, അബൂലഹബിന് തൗഹീദ് അറിയാം, അബൂജഹലിന് തൗഹീദ് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരെയും വിളിച്ചു, യാ അബ്ദുൽ മുത്തലിബ്, യാ മആശറൽ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, യബ്ന അബ്ദുൽ മുത്തലിബ്, ഹേ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, യബ്ന അബ്ദ മനാഫ്, അബ്ദു മനാഫിന്റെ മക്കളെ, എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും. മുഹമ്മദ് എന്തോ പറയാൻ പോകുന്നുണ്ട്, സീരിയസ് ആയിട്ട് എന്തോ മുഹമ്മദ് സംസാരിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും വട്ടത്തിൽ കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലൂ, നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെ പേര് പറഞ്ഞിട്ടില്ല, ഒരു വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, മറ്റൊരു വിഷയവും പറഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, സഹിച്ചിട്ടില്ല. എന്തുകൊണ്ട് സഹിച്ചിട്ടില്ല? ഞാൻ പറയുന്നു, ഇന്ന് അമുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് നമ്മൾ പോയിട്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ എന്ന് ചോദിച്ചാൽ അവര് പറയോ? പറയും. അവര് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവര് പറയും. എന്തുകൊണ്ട് പറയും? അതെന്താ പറയുന്നതെന്ന് അവർക്കറിയില്ല. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അബൂലഹബിന് തീരെ സഹിച്ചില്ല. അബൂലഹബ് പൊട്ടിത്തെറിച്ചു.
അവിടെയാണ് അബൂ ലഹബ് പറഞ്ഞത്, തബ്ബൽ ലക യാ മുഹമ്മദ് ഹൽ ഹാദാ ജമഅതനാ. മുഹമ്മദേ, നീ ഇത് പറയാനാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്. നീ നശിക്കട്ടെ മുഹമ്മദേ, നീ നശിക്കട്ടെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ലഹബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയിട്ട് അറിയാം. അല്ലെങ്കിൽ അബൂ ലഹബിന് അവിടെ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദ് എന്തോ പറഞ്ഞിട്ട് പോയിക്കോട്ടെ, ഞാൻ എന്തിനായി പൊട്ടിത്തെറിക്കുന്നത്? വേണ്ടവർ കേട്ടവർ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, വേണമെങ്കിൽ പറയണ്ട. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, അത് കേവലം മുഹമ്മദിന്റെ ഒരു പ്രസംഗമല്ല, അത് ശക്തമായ ഒരു പ്രഖ്യാപനമാണെന്ന് അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങൾക്ക് അറിയാം, കലിമ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ എന്നതിന്റെ ലാ എന്താണ് അതിന്റെ പ്രത്യേകത? അറബിയിൽ ആരാ പറയാ? എന്താണ് അതിന്റെ പ്രത്യേകത? അറബിയിൽ ഒരുപാട് ലാ ഉണ്ട്. എന്താ നോർമൽ അതിന്റെ അർത്ഥം? എന്താ? ഇല്ല അല്ലെ? നിഷേധമാണ്. ഇല്ല എന്ന് പറയലാണ്, ഇല്ല എന്ന് പറയലാണ്. നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണ്ടേ? ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇല്ല എങ്കിൽ നമ്മളൊരാളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥമാത്രം പറഞ്ഞാൽ പോരാ. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, മഅരിഫത്തുൽ അബ്ദി റബ്ബ. അബൂ ലഹബ് എന്തുകൊണ്ട് അവിടെ അടിയുണ്ടാക്കി? അബൂ ലഹബ് എന്തുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഈ ലാന്റെ പ്രത്യേകത? എന്തിനാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞത്? ലാ ഇലാഹുൻ എന്ന് പറഞ്ഞാൽ തെറ്റോ? തെറ്റാണോ? ആണോ? ഞാൻ പറയാണ്, ലാ ഇലാഹുൻ ഇല്ലല്ലാഹ്, ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് തെറ്റാണോ? അതെ, ലാ ഇലാഹ നമ്മൾ പറയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ പഠിപ്പിച്ച കലിമ അങ്ങനെയാണ്. ഞാൻ പറയുന്നു, അറബി ഭാഷയിൽ ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസം, അല്ലെങ്കിൽ തെറ്റാണ്, ഗ്രാമർ പ്രകാരം തെറ്റാണ്. അല്ല, ഗ്രാമർ പ്രകാരം തെറ്റല്ല. ലാ ഇലാഹുൻ, ഇലാഹില്ല, ഇല്ലല്ലാഹ് അല്ലാതെ ഗ്രാമർ പ്രകാരം തെറ്റല്ല. സാധാരണ ഉദാഹരണം പറയാണ്ട്, ലാ റജുലുൻ ഫിൽ ബൈത്ത്, ലാ റജുലുൻ ഫിൽ ബൈത്ത്. ലാ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം റഫ്ഉ വരാം, ദമ്മ് വരാം. ലാ റജുലുൻ ഫിൽ ബൈത്ത്, വീട്ടില് ആണുങ്ങളില്ല, വീട്ടിൽ ആണുങ്ങളില്ല. ലാ റജുലുൻ ഫിൽ ബൈത്ത്. ഇവിടെ ഒരാൾ ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവോ? ഷഹാദത്ത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ ഒരാൾ ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ഷഹാദത്ത് പഠിപ്പിച്ചതുപോലെ പറയണം, പഠിപ്പിച്ച പോലെ പറയണം. ഈ ലാക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലാന്റെ പ്രത്യേകത അറബി ഭാഷയിൽ നഫിയുൽ ജിൻസ് എന്നാണ് പറയുക. എന്താണ്? ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം, ഇതിങ്ങനെ തന്നെ പഠിക്കണം, ഇങ്ങനെ തന്നെ പറയാൻ പറ്റണം. നഫിയുൽ ജിൻസ്, നഫിയുൽ ജിൻസ്. നഫിയുൽ ജിൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ മൊത്തം നിഷേധിക്കുക, ഒരു വർഗത്തെ മൊത്തം നിഷേധിക്കുക. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഒരാള് വീട്ടിലേക്ക് കയറി വന്നു, വീട്ടിലേക്ക് കയറി വന്നു, വീട്ടിലേക്ക് കയറി വന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ബെല്ലടിച്ചപ്പോ വീട്ടിൽ നിന്നൊരു സ്ത്രീയാണ് ഉള്ളിലുള്ളത്. സ്ത്രീയോട് ഇയാൾ ചോദിക്കുകയാണ്, വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എന്താ ചോദ്യം? ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ സ്ത്രീ മറുപടി പറയാണ്, ലാ റജുലുൻ ഫിൽ ബൈത്ത്. ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, ഞാൻ അതിനാണ് അറബി പറയുന്നത്. ആ സ്ത്രീ എന്താ പറഞ്ഞത്? ലാ റജുലുൻ ഫിൽ ബൈത്ത്, വീട്ടിൽ ആണുങ്ങളില്ല, വീട്ടിൽ ആണുങ്ങളില്ല. അപ്പോഴാണ് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടി നടന്നു വന്നത് വീട്ടിലുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞതല്ലേ 5 വയസ്സുള്ള ആൺകുട്ടി ഉണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീ പറയാണ്, ഞാൻ പറഞ്ഞത് ലാ റജുലുൻ ഫിൽ ബൈത്ത് എന്നാണ്. ലാ റജുലുൻ ഫിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ, ആൺവർഗത്തിൽ ആരും ഇല്ല എന്നർത്ഥം കിട്ടൂല. വലിയ ആണുങ്ങൾ ആരും ഇല്ലാതെ അർത്ഥം കിട്ടുള്ളൂ. ലാ റജുലുൻ എന്ന് ദമ്മ കൊടുത്തിട്ട് റഫ്ഉ കൊടുത്തിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗത്തിൽപ്പെട്ട ചെറിയ കുഞ്ഞു കുട്ടികളുണ്ട്. 5 വയസ്സുള്ള മോനുണ്ട്, 2 വയസ്സുള്ള മോനുണ്ട്, പക്ഷെ ആരില്ല, വലിയ ആണുങ്ങൾ ആരുമില്ല. വേറൊരാൾ വന്നു,
ഈ സ്ത്രീ പറയാണ് ലാ റജുല ഫിൽ ബൈത്ത്. എന്താ പറഞ്ഞേ? ലാ റജുല ഫിൽ ബൈത്ത്. നേരത്തെ പറഞ്ഞെന്താ? റജുലുൻ. അപ്പൊ 5 വയസ്സിലെ കുട്ടീനെ കണ്ടു. ഇപ്പൊ പറഞ്ഞെന്താ? ലാ റജുല ഫിൽ ബൈത്ത്. എന്താ അർത്ഥം? ആൺവർഗത്തിൽപ്പെട്ട ആരുമില്ല. 1 വയസ്സുള്ള കുഞ്ഞുമില്ല, ഇന്നലെ ജനിച്ച കുഞ്ഞില്ല, ആണായിട്ട് ആ വീട്ടിൽ ആരെങ്കിലും പെണ്ണുങ്ങളാണ്. ഈ അർത്ഥം എവിടുന്ന് കിട്ടി? ഈ ഫതഹിൽ കിട്ടി. ലാ റജുല എന്ന് പറഞ്ഞാൽ ലാമിന് ശേഷമുള്ള ഇസ്മിന് ഫതഹ് കൊടുത്താൽ അതിന്റെ അർത്ഥം ആ വർഗത്തിൽപ്പെട്ട റജുല് എന്ന വർഗത്തിൽപ്പെട്ട ആരും ഇല്ല എന്ന് കിട്ടും. ആ ലാമാണ് എവിടെയുള്ള ലാമ്? ലാ ഇലാഹ എന്നുള്ളത്. ഇലാഹ് വർഗത്തിൽപ്പെട്ട ആരുമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ലാ ഇലാഹുൻ എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? ആരൊക്കെയുണ്ട്? അയാൾ പൂർണ്ണമായിട്ടല്ല നിഷേധിക്കുന്നത്. ഒരാൾ ലാ ഇലാഹുൻ ഇല്ലല്ലാഹ്, എന്താ തെറ്റ്, ഗ്രാമപ്രകാരം ശരിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നീ ലമ്മാണ് കൊടുത്തത്, റഫ്ആണ് കൊടുത്തത്. അവിടെ റഫ്അ കൊടുത്താൽ സംതിങ് വേറെ പലരുണ്ട്, ആ വർഗത്തിൽപ്പെട്ട വേറെ പലരുണ്ട് എന്ന് അർത്ഥം കിട്ടും. അപ്പൊ പിന്നെ കലിമ ശരിയാവോ? ഇല്ല. അപ്പൊ ലാ ഇലാഹ എന്ന് തന്നെ പറയണം. ലാ ഇലാഹ എന്ന് പറഞ്ഞാലേ ആ വർഗത്തെ മൊത്തം നിഷേധിക്കലാകുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നസ്ബ് കൊടുക്കുന്നത്. ആ ലാമിന് പറയുന്ന പേരാണെന്ത്? നഫിയുൽ ജിൻസ്. ഒരു ജിൻസിനെ മൊത്തം നഫി ചെയ്യുക. ഒരു ജിൻസിനെ മൊത്തം നഫി ചെയ്യുക. ഇത് ലാ ഇലാഹ ഇല്ലതിന് എന്താണ്? ലാ ഇലാഹ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലതിന് എന്താണ്? റുക്നാണ്. ലാ ഇലാഹ എത്ര റുക്നാണല്ലേ? 2 അല്ലേ? 2ൽ 1 ഇതാണ് നിഷേധം. എല്ലാത്തിനും നിഷേധിക്കാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞത്? സഫാ മലന്റെ മേൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അബൂലഹബ് ഇത് കേട്ടപ്പോ അബൂലഹബിന് പ്രയാസം ഉണ്ടായി. കാരണം മുഹമ്മദ് ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോ അതിൽ ആരൊക്കെ ഔട്ടായി? എല്ലാരും ഔട്ടായെന്ന് അബൂലഹബിന് മനസ്സിലായി. മുഹമ്മദ് വെറുതെ പറഞ്ഞ വാക്കല്ല, ലാ ഇലാഹ എന്ന് മുഹമ്മദ് നസ്ബ് കൊടുത്ത് പറഞ്ഞു. മുഹമ്മദ് അവിടെ ഉപയോഗിച്ച ലാ ഇലാഹ എന്ന് പറയലോട് കൂടി ലാത്തയും പുറത്തായി, ഉസ്സയും പുറത്തായി, മനാത്തയും പുറത്തായി. ഈ ലാ ഇലാഹ അറിഞ്ഞ അബൂലഹബിന് അത് പിടിക്കാതെ വന്നു. കാരണം ഇത് മക്കത്തെ മുശ്രിക്കീങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ഇതിന്റെ പിന്നിലുള്ള മുഹമ്മദിന്റെ തന്ത്രം മക്കത്തെ നാട്ടുകാര് സാധാരണക്കാര് മനസ്സിലാക്കിയ പിന്നെ കഅബാലയത്തിലേക്ക് ലാത്തനെ നോക്കിയിട്ട് ആരും വരൂല, ഉസ്സനെ നോക്കിയിട്ട് ആരും വരൂല. കാരണം നമ്മൾ ലാ ഇലാഹ എന്നാണ് പ്രഖ്യാപിച്ചത്. പിന്നെ ഇലാഹ വർഗത്തിൽപ്പെട്ട ആരോടും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ആ പ്രഖ്യാപനം. അതാണ് ലാ ഇലാഹയുടെ 1ാമത്തെ റുക്നായിട്ട് പഠിപ്പിക്കാൻ കാരണം. വെറുതെ ഒരു വാക്കല്ല അത്. 1ാമത്തെ റുക്നായി നിഷേധമാണ്, പൂർണ്ണമായിട്ട് നിഷേധിക്കാം. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ വേറെ ആരുമില്ല. വളരെ ക്ലിയർ ആയിട്ട് അല്ലാഹ് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ കലിമ 1000 പ്രാവശ്യം പറയുന്നവരും എന്തുകൊണ്ട് അല്ലാഹു ഇല്ലാത്തവരിലേക്ക് പോകുന്നു? ആർക്ക് തിരിഞ്ഞത്? ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. അബൂലഹബിനും അബൂജഹലിനും മക്കത്തെ മുശ്രിക്കീങ്ങൾക്കും തിരിഞ്ഞ ഈ കലിമ അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അബദ്ധമായി പോകും, അല്ലെങ്കിൽ തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇവർ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നുണ്ട് എങ്കിൽ ശരിക്കും ഇവർ എന്താണ് പറയേണ്ടത്? ഇവരുടെ ഈ പ്രവൃത്തിയിൽ ശരിക്കും ഇവർ കലിമ എങ്ങനെ പറയണം? ലാ ഇലാഹുൻ എന്ന് പറയണം. അപ്പൊ ശരിയാ. ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്ന് ഇവർ പറയുകയാണെങ്കിൽ ശരിയാണ്. കാരണം അതിൽ ഇവർക്ക് വേണ്ടതൊക്കെ ഉൾപ്പെടും. പക്ഷെ ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് ഇവർ അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ ഒരുങ്ങിയാൽ അത് ശരിയാവൂല. തൗഹീദ് നമ്മൾ ഈ കോളത്തിൽ പഠിക്കണം. ഡീറ്റെയിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു കേൾവിക്കാരാവരുത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്നുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ഷർത്തുണ്ട് നിങ്ങൾക്കറിയാം? 7 ഷർത്തുകൾ. 7 ഷർത്തുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 7 ഷർത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്ന കലിമ
എന്ന് നമ്മൾ പറയുന്ന കലീമ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ വുജൂദിയത്ത് അംഗീകരിക്കണം. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ വുജൂദിയത്ത് അംഗീകരിക്കണം. രണ്ടാമതായി അയാൾ അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കണം. ഇതിന്റെ സ്റ്റേജ് എങ്ങനെയാണ്? രണ്ടാമത് അയാൾ അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കണം. എന്തുകൊണ്ട് അള്ളാഹു മാത്രം റബ്ബായി എന്നത് പറഞ്ഞു കൊടുക്കാനും പറ്റണം. എന്തുകൊണ്ട് അള്ളാഹു മാത്രം റബ്ബായി? ഒരു ക്രിസ്ത്യാനി വന്നിട്ട് പറയാണ് ഈസാ നബി റബ്ബാണ്, നമ്മുടെ റബ്ബാണ് ഈസാ നബി എന്ന് നിങ്ങളോട് ഒന്ന് പറയാണ്. ഈസാ നബി റബ്ബല്ല, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? 3 ക്വാളിഫിക്കേഷൻ അല്ലെ, 3 ഗുണങ്ങൾ. 3 ഗുണങ്ങൾ ആർക്കാണോ ഉള്ളത് അവൻ മാത്രമേ റബ്ബാവുള്ളൂ, അവൻ മാത്രമേ റബ്ബാവുള്ളൂ. ഒന്നാമത്തെ എന്താണ്? ഖാലിഖാവുക. രണ്ടാമത്തേത് മാലിക്കാവുക, ഉടമസ്ഥനാവുക. മൂന്നാമത്തേത് മുദബ്ബിറാവുക. ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ പഠിക്കണം. എന്തിന്? ദഅവത്തിന്, തൗഹീദ് ദഅവത്ത് ചെയ്യാൻ ഇതാവശ്യം. വെറുതെ എന്തെങ്കിലും പറയുന്നതിന് പകരം ഇതങ്ങനെ തന്നെ പറയാൻ നമുക്ക് പറ്റണം. റബ്ബാവാൻ 3 ക്വാളിഫിക്കേഷൻ. എന്നിട്ട് ഈസാ നബിയിൽ, ക്രിസ്ത്യാനികൾ വിളിക്കുന്ന യേശുവിൽ ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശഭൂമിയെ സൃഷ്ടിച്ചവനാണോ? അവർക്ക് പറയേണ്ടി വരും അല്ല. കാരണം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മകനായിട്ട് ജനിച്ചവനാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മകനാണ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പും ആകാശഭൂമിയുണ്ട്. അപ്പം അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പറയാം. ഈ ഭൂമിയിൽ ഏതൊക്കെ മതങ്ങളുണ്ടോ, ഏതൊക്കെ പ്രത്യാശാസ്ത്രങ്ങളുണ്ടോ, ആരും തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഇന്ന ദേവിയാണ് എന്നോ ഇന്ന ദേവനാണ് എന്നോ പറഞ്ഞിട്ടില്ല ആരും. ഹൈന്ദവ മതത്തിൽ അവർ ആരാധിക്കുന്ന ഓരോ വിഗ്രഹങ്ങളും ഓരോന്നും ദൈവത്തിന്റെ അവതാരങ്ങളാണ്. ദൈവത്തിന്റെ അവതാരങ്ങളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കളാണ്. ഔലിയാക്കളാണ്. ഓരോ അമ്പലത്തിലും പൂജിക്കപ്പെടുന്നത് ഓരോ പള്ളിയിലും പൂജിക്കപ്പെടുന്ന ജാറങ്ങൾക്ക് തുല്യമാണ്. അതായത് ഹൈന്ദവ മതത്തിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹമാണ്, അവർ വിളിച്ചു തേടുന്ന ഏതെങ്കിലും വിഗ്രഹമാണെന്ന് അവർക്ക് വാദമില്ല. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് സർവശക്തൻ. അപ്പൊ ഇവരൊക്കെ ആരാ? ആ സർവശക്തന്റെ അവതാരങ്ങൾ. ഭൂമിയിൽ ഒരാളും വാദിച്ചിട്ടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഇന്നാളാണ്. ആർക്കും വാദമില്ല. ഒരു മതക്കാർക്കും വാദമില്ല. ക്രിസ്ത്യാനികൾക്കും വാദമില്ല, ഹിന്ദുക്കൾക്കും വാദമില്ല, ഒരു മതക്കാർക്കും വാദമില്ല. അവരെല്ലാം ഏകനായ ഒരു ശക്തിയിൽ അവർ വിശ്വസിക്കുന്നു. അപ്പൊ ഖാലിഖ് അല്ലാഹു മാത്രം. രണ്ടാമത്തത് മാലിക് അല്ലാഹു മാത്രം. ഇവിടെ നമുക്ക് പറയാം, ഏതൊരുവനാണോ ഖാലിഖായത്, ഏതൊരുവനാണോ ഖാലിഖായത് സൃഷ്ടിച്ചത്, അവന് മാത്രമേ മാലിക്കാവാൻ പറ്റുള്ളൂ, ഉടമസ്ഥൻ അവനാവാൻ പറ്റുള്ളൂ. ഏതൊരുവനാണോ മാലിക്, അവന് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഏതൊരുവനാണോ മാലിക്, അവന് മാത്രമേ മുദബ്ബിറാവാൻ പറ്റുള്ളൂ, അവൻ മാത്രമേ മുദബ്ബിറാവാൻ പാടുള്ളൂ. അപ്പം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുക. റബ്ബാവാൻ അള്ളാഹുവിലുള്ള 3 ക്വാളിഫിക്കേഷൻ. ഒന്ന് ഖാലിഖാണ്, രണ്ടാമത്തത് മാലിക്കാണ്, മൂന്നാമത്തത് മുദബ്ബിറാണ്. ഈ 3 ക്വാളിഫിക്കേഷനുമുള്ള അള്ളാഹു, അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളുമുള്ള യോഗ്യതയുമുള്ള ആളെ എന്താവാൻ പാടുള്ളൂ? റബ്ബാവാൻ പാടുള്ളൂ. റബ്ബായ ആളെ എന്താവാൻ പാടുള്ളൂ? ഇലാഹാവാൻ പാടുള്ളൂ. ഓരോന്നും അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാണ്, അള്ളാഹുവിനെ മാത്രമാക്കി തീർക്കാണ്. റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് ഒരാൾ അംഗീകരിച്ചാൽ അയാൾക്ക് നിർബന്ധമായി അള്ളാഹു ഇലാഹാണെന്ന് അംഗീകരിക്കാം. അള്ളാഹു ഇലാഹാണെന്ന് ഒരാൾ അംഗീകരിച്ചാൽ അയാൾക്ക് എന്ത് നിർബന്ധമായി? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നിർബന്ധമായി. അള്ളാഹു ഇലാഹാണെന്ന് ഒരാൾ അംഗീകരിച്ചാൽ അയാൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നിർബന്ധമായി. അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ആരാധന എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടി വരും.
കാരണം ഇയാൾ എന്തെങ്കിലും അള്ളാഹുവാണ് ഇലാഹ് അംഗീകരിച്ചു. അള്ളാഹുവാണ് ഇലാഹ് എന്ന് ഇയാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന എല്ലാം ഇയാൾക്ക് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇയാൾ കൊടുത്താൽ അള്ളാഹു ഇലാഹാണെന്ന് ഇയാൾ അംഗീകരിച്ച അംഗീകാരം പൊട്ടി. അങ്ങനെയാകുമ്പോൾ റബ്ബ് അള്ളാഹുവാണെന്ന് അംഗീകാരം പൊട്ടി. അങ്ങനെയാകുമ്പോൾ ഖാലിഖും മാലിക്കും മുദബ്ബിറും അള്ളാഹുവാണെന്ന് അംഗീകാരം പൊട്ടി. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നവർ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം പൊട്ടിച്ചവരാണ്. നമ്മൾ വിചാരിക്കുമേ കേവലം അവർ ഇന്ന തെറ്റേ ചെയ്യുന്നല്ല, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും പിഴവ് സംഭവിച്ചവർക്ക് അവർ അള്ളാഹു ഇലാഹാണെന്നതിനെ അംഗീകരിക്കാത്തവരായി മാറുന്നു. അവർ അള്ളാഹു റബ്ബാണ് എന്നത് അംഗീകരിക്കാത്തവരായി മാറുന്നു. ഖാലിഖും മാലിക്കും മുദബ്ബിറും അള്ളാഹുവാണെന്നതിനെ അംഗീകരിക്കാത്തവരായി അവർ മാറുന്നു. എപ്പോ ഇബാദത്തിന്റെ എന്തെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ, ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തത് എന്താ? ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് പറയണം. ഇബാദത്തിന് ഒരുപാട് ഇബാദത്തുണ്ട്. അതിൽ ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തത് ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അതാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്തിന്റെ ഒന്നാമത്തെ ഇബാദത്ത് ദുആ ആണ്. അപ്പം ദുആ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നൽകലോടുകൂടി അയാൾ ശരിക്ക് ചെയ്തത് അല്ലാഹു ഇലാഹാണെന്ന് അയാൾ അംഗീകരിക്കാതെ പോകുന്നു. അയാൾ അല്ലാഹു റബ്ബാണെന്ന് അയാൾ അംഗീകരിക്കാതെ പോകുന്നു. അയാൾ അല്ലാഹു ഖാലിഖാണെന്ന് അംഗീകരിക്കാതെ പോകുന്നു. അല്ലാഹു മാലിക്കാണെന്ന് അംഗീകരിക്കാതെ പോകുന്നു. അല്ലാഹു മുദബ്ബിറാണെന്ന് അംഗീകരിക്കാതെ പോകുന്നു. ഇതിലൂടെ അല്ലാഹു റബ്ബല്ല എന്ന് അയാൾ അംഗീകരിക്കാതെ പോകുന്നു. എന്നിട്ടും ഇവര് പറയും, ഇല്ല, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അവസാനം ചെയ്ത ആ ദുആ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യലോടുകൂടി ഇതൊക്കെ പൊളിഞ്ഞു. ഇനി അവർ അത് പറഞ്ഞാലും ശരി, അതൊക്കെ പൊളിച്ചവരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ മക്ക കാലഘട്ടം 10 വർഷം തൗഹീദ് മാത്രം പഠിപ്പിച്ചത്, അല്ലാഹനെ മാത്രം പറഞ്ഞു. 10 വർഷം. നിസ്കാരം നിർബന്ധമായത് എപ്പോഴാണ്? പറയണം. നിസ്കാരം നിർബന്ധമായപ്പോഴാണ്. ഏത് യാത്രയിലാണ്? മിഅ്റാജ് യാത്രയിൽ. ഏതാ വർഷം? ഹിജ്റ മദീനത്തേക്ക് വരുന്നതിന്റെ 1.5 കൊല്ലം മുമ്പ്. നിസ്കാരം മിഅ്റാജ് യാത്രയിലാണ് തുടങ്ങിയത്. മിഅ്റാജ് യാത്ര ഉണ്ടാകുന്നത് മദീനത്തേക്ക് വരുന്നതിന്റെ 2 വർഷം മുമ്പ് എന്നും 1.5 വർഷം മുമ്പ് എന്നുണ്ട്. മദീനത്തേക്ക് ഹിജ്റ വരുന്നതിന്റെ. അപ്പം മക്ക കാലഘട്ടത്തിന്റെ അവസാനം. നമസ്കാരം നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമായത് എപ്പോഴാണ്? അറിയുന്നവര് പറഞ്ഞു. നോമ്പ് നിർബന്ധമായത് ഹിജ്റ 2-ാം വർഷം, മദീനയിലെത്തിയിട്ട് 2-ാമത്തെ വർഷം. ഞാൻ പറയുന്നതിനറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ എന്താ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഹിജ്റയുടെ തൊട്ട് മുമ്പാണ് നിസ്കാരം നിർബന്ധമാകുന്നത്, ഫർളായ നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജിന്റെ യാത്രയ്ക്ക്. മദീനത്തെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് നോമ്പ് നിർബന്ധമാകുന്നത്, സകാത്ത് നിർബന്ധമാകുന്നത്, ഹജ്ജ് നിർബന്ധമാകുന്നത്. പല അമലുകളും അഹ്കാമുകളും നിർബന്ധമാകുന്നത് എപ്പോഴാണ്? മദീനയിലെത്തിയതിനു ശേഷം. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അഹ്കാമുകളെ കുറിച്ച് പറയുന്ന സൂറത്തുകൾ അധികവും എന്താണ്? മദനിയാണ്. അഹ്കാമുകളെ കുറിച്ച് പറയുന്ന അധിക സൂറത്തുകൾ എന്താണ്? മദനിയായ സൂറത്താണ്. കാരണം മദീനയിലെത്തിയതിനു ശേഷം അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ തൗഹീദ് മാത്രം പഠിപ്പിച്ചു. എത്രത്തോളം അവർക്ക് തൗഹീദ് ക്ലിയറാ എന്നറിയോ? ഉംറ ചെയ്യുമ്പോൾ സഫാ മലയുടെ അടുക്കൽ എത്തിയാൽ അവർക്ക് മടിയായി സഫാ മലയുടെ അടുക്കൽ പോവാൻ. കാരണം അവര് ജാഹിലിയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സഫാ മലന്റെ മേലെയും മറോന്റെ മേലെയും 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? സഫാ മല കയറിയിട്ട് ആ വിഗ്രഹത്തെ പോയി തൊഴുകും. മറോയിലേക്ക് പോയിട്ട്
അവര് മുമ്പത്തെ സഫ മർവ നടക്കുമ്പോൾ സഅയ് ചെയ്യുമ്പോൾ മർവയിലേക്ക് പോയാൽ ആ വിഗ്രഹത്തിന്റെ ഒന്ന് കറങ്ങും, ആ വിഗ്രഹത്തെ ഒന്ന് തൊട്ട് മുത്തിയിട്ടാണ് അവര് പോവാ. തൗഹീദ് മനസ്സിലാക്കിയതിനു ശേഷം അവരങ്ങോട്ട് പോവാൻ മടിച്ചു. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. സഫയിലും മർവയിലും പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അവര് മടിച്ചു, കാരണം അവർക്ക് ജാഹിലിയത്ത് ഓർമ്മ വരുന്നു. അവിടെ എത്തുമ്പോ ആ കോലത്തിൽ അവരുടെ തൗഹീദ് ഉറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം അവരെ തൗഹീദ് മാത്രം പഠിപ്പിച്ചു. എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന കോലത്തിലാക്കി. അതിനുശേഷമാണ് മദീനയിലേക്ക് വന്നത്. മദീനയിൽ പിന്നെ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർക്ക് വിഷയമായില്ല, കാരണം തൗഹീദ് ഉറച്ചു. അവർക്ക് തൗഹീദ് ഉറച്ചു. ഇനി എന്ത് ബുദ്ധിമുട്ട് അവർക്ക് വന്നാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇനി എന്ത് അമലുകൾ നിർബന്ധമാക്കിയാലും അത് ചെയ്യാൻ അവർ സന്നദ്ധമാണ്. എന്തുകൊണ്ട്? അവരെ തൗഹീദ് ഉറച്ചു. തൗഹീദ് ഉറച്ചു. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ പഠിപ്പിച്ചു, തൗഹീദിനെ പഠിപ്പിച്ചു. അവസരം കിട്ടുമ്പോഴൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരാൾ വന്നിട്ട് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, എന്തോ വിഷയം പറഞ്ഞിട്ട് അല്ലാഹു റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാഷാ അല്ലാഹു വശിഅ്ത. നബിയെ, താങ്കൾ അല്ലാഹു ഉദ്ദേശിച്ചാലും താങ്കൾ ഉദ്ദേശിച്ചാലും. മശീയത്ത് അല്ലാഹുക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കൂലേ? നമുക്ക് ഉദ്ദേശമില്ലേ? ഞാൻ ഉദ്ദേശിക്കും, നിങ്ങൾ ഉദ്ദേശിക്കും, അല്ലെ? എല്ലാവർക്കും ഉദ്ദേശമുണ്ട്. അപ്പൊ മശീയത്ത് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഈ വ്യക്തി മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ഒന്ന്, വശിഅ്ത, നബിയെ താങ്കൾ ഉദ്ദേശിച്ച ഒന്ന്. നോർമൽ സംസാരമാണ് അറബി, നോർമൽ സംസാരമാണ്. അല്ലാഹു റസൂലിന്റെ മറുപടി എന്താ അറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ അല്ലാഹുവിനെ എന്നെ പകരക്കാരനാക്കാണോ? വളരെ ഗൗരവത്തിലെടുക്കണം. എന്താണ് ഈ വ്യക്തി പറഞ്ഞതിലുള്ള തെറ്റ്? മശീയത്ത് അല്ലാഹുണ്ട്, മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പൊ നബിക്ക് മശീയത്ത് ഉണ്ട്. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്തെന്നറിയോ? മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം വാവിട്ടിട്ടാണ് ശിഅ്ത എന്ന് പറഞ്ഞത്. മാഷാ അല്ലാഹു വശിഅ്ത. അറബി ഭാഷയിൽ വാവ് ഹർഫ് അത്ഫ് എന്നാ പറയാ. എന്താ പറയാ? അത്ഫ്. വാവ് ഹർഫ് അത്ഫ്. ഒന്നിനെ ഒന്നിലേക്ക് ചേർക്കാൻ. നമ്മൾ ഇംഗ്ലീഷിലെ ആൻഡ് പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പറയാൻ ഇതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് വാവ് ഉപയോഗിക്കും. ഇവിടെ ഈ മനുഷ്യൻ ഉപയോഗിച്ച വാവ് അത്ഫിന്റെ വാവാണ്. അള്ളാനെ പറഞ്ഞിട്ട് വാവ് ഉപയോഗിച്ചാണ് നബിനെ പറഞ്ഞത്. ഈ വാവിന്റെ ഒരു പ്രത്യേകത, ആദ്യം പറഞ്ഞ അതിലേക്ക് സാമ്യതയുണ്ടാകും ഈ വാവ് പറഞ്ഞാൽ. ഉദാഹരണം, ജാഅ മുഹമ്മദുൻ, ജാഅ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു. വഅംറുൻ, അംറും വന്നു. അല്ലെങ്കിൽ സെയ്ദുൻ, സെയ്ദും വന്നു. മുഹമ്മദും വന്നു, സെയ്ദും വന്നു. ഇവിടെ ജാഅ മുഹമ്മദുൻ വസെയ്ദുൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദും സെയ്ദും ഒരുമിച്ച് വന്നു എന്നർത്ഥം. സാമ്യതയുണ്ട് രണ്ടുപേരുടെയും വരവിൽ. അതേ സ്ഥാനത്ത് ജാഅ മുഹമ്മദുൻ സുമ്മ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വന്നിട്ടുണ്ട്, സെയ്ദും വന്നിട്ടുണ്ട്. പക്ഷെ എന്തില്ല? സാമ്യത. മുഹമ്മദ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാണ് ആര് വന്നത്? സെയ്ദ് വന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞു. സുമ്മ എന്ന വാക്ക് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരാണ്. വാവിട്ട് പറയണ്ട. ഇത് തൗഹീദ് പഠിപ്പിക്കണം. തൗഹീദ് പഠിപ്പിക്കാൻ ആ വാവ് എന്ന ഹർഫ് പറയലോടുകൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അല്ലാഹു റസൂൽ തിരുത്തി. ഈ രൂപത്തിൽ തൗഹീദ് വാക്കുകളിൽ വന്ന പ്രശ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നു, ഇനി ഇൻഷാ അല്ലാഹ് പോകുന്നവരെയുള്ള ഈ ക്ലാസ് നമ്മൾ ചോദിക്കും, ചോദ്യം ഉണ്ടാവും. നിങ്ങൾ വഹദ് കേൾക്കരുത്. ഇനി അങ്ങോട്ട് വഹദ് കേൾക്കൽ പരിപാടി വേണ്ട. നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ മാറ്റിയ ആ വ്യക്തിയുടെ പേരെന്താണ്? ഫുള്ള് പറയണം. ലുഹൈ എന്ന് പറഞ്ഞു. ആ ഫൈ. പിന്നെ അത് ലുഹൈ ഫുള്ള് പേരല്ല, ഫുള്ള് പേര് പറയണം. അംർ ഇബ്നു ലുഹൈ.
ശിർക്കും തൗഹീദും പഠിക്കുന്ന ഒരാൾ ഈ പേര് പഠിക്കണം. കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ മാറ്റവൻ ആരാന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ശിർക്ക് മുശ്രിക്കുകളോട് പറയണം, നോക്കിയാൽ നിങ്ങൾ ഈ ചെയ്യുന്ന ജാറ പരിപാടി, ഖബറിനെ ആരാധിക്കൽ, ഇത് മക്കയിൽ തുടങ്ങിയ വ്യക്തി ആദ്യം തുടങ്ങിയത് അംർ ഇബ്നുൽ ലുഹയ്യാണ്. അംർ ഇബ്നുൽ ലുഹയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് 500 വർഷം മുമ്പ് അംർ ഇബ്നുൽ ലുഹയ്. അംർ ഇബ്നുൽ ലുഹയ് എവിടെ പോയപ്പോഴാണ് ആ വിഗ്രഹം കൊണ്ടുവന്നത്? ഷാമിൽ പോയപ്പോൾ. ആ വിഗ്രഹത്തിന്റെ പേരെന്താണ്? ഹുബൽ. ഹുബൽ ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹമാണ് കൊണ്ടുവന്നത്. നൂഹ് നബിയിൽ നിന്ന് ഷിർക്ക് തുടങ്ങി. നൂഹ് നബിക്ക് ശേഷം അതെങ്ങോട്ടാണ് കൺവേർട്ട് ആയത്? ഷിർക്ക് ആദ്. പിന്നെ എങ്ങോട്ടാ? സമൂദ്. പിന്നെ എങ്ങോട്ടാ? ഇബ്രാഹിം നബിയിലേക്ക്. പിന്നെ എങ്ങോട്ടാ? ബനി ഇസ്രായേലിലേക്ക്. ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്നെ പോയത് ബനി ഇസ്രായേലിലേക്ക്. ഇസ്രായേൽ എന്നുള്ളത് ആരെ പേരാ? യാക്കൂബ് നബിയുടെ. ഇബ്രാഹിം നബിയുടെ 2 മക്കൾ ഇസ്മായിൽ, ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയിൽ നിന്നാണ് പിന്നെ നബിമാരുള്ളത്. ഈസാ നബി വരെ ലക്ഷക്കണക്കിന് നബിമാർ അവിടുന്ന്. ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട നബിമാർ മുഴുവനും അവിടുന്നാണ്. ഇത് നമ്മൾ പഠിക്കണം. നിങ്ങൾ കേട്ടു പോയാൽ നിങ്ങൾക്ക് പിന്നെ പറയാൻ പറ്റില്ല. ഇത് നമുക്ക് നമ്മുടെ ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ്. അതിപ്പോ ഇവിടെ നിന്നിട്ട് ക്ലാസ് കേൾക്കലല്ല. നിങ്ങൾ പുറത്തെത്തിയിട്ട് ഒരാള് അങ്ങനെയൊന്നല്ല, മക്കത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അംർ ഇബ്നുൽ ലുഹയ്യ് മുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇബ്രാഹിം നബിയുടെ തൗഹീദ്, മക്ക ജീവിതം, മക്ക കാലഘട്ടം, അങ്ങനെ അംർ ഇബ്നുൽ ലുഹയ്യ്, അതിനുശേഷം ആദ്യത്തെ വിഗ്രഹമായ ഹുബല്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് ഇവന് സംഭവം കത്തിയിട്ടുണ്ട്, ഇതാണ് ശരിയെന്ന് തോന്നിക്കണം. നമ്മുടെ അഴിമ കൊണ്ട് തോന്നിക്കണം. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും. ഈ ക്ലാസ് എടുത്തത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, സമ്മാനം തരും. നമ്മളെ ഹജ്ജിന് പോയി. പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ വലിയ ശേഖന്മാരുണ്ട് കൂടെ. എന്താ പരിപാടി എന്ന് വെച്ചാല് ഇവിടെ സമ്മാനം കൊണ്ടേക്കും നിറയെ. എന്നിട്ട് ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തിട്ട് അവസാനം ഇതേപോലെ ചോദിക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് സമ്മാനം കൊടുക്കും. എന്തിനറിയോ? തൗഹീദ് പഠിപ്പിക്കാൻ അവരുടെ രീതി, പ്രോത്സാഹിപ്പിക്കാൻ. നമ്മളെ മെയിനില് നമ്മള് വലിയ ആളുകളും ഈ പരിപാടിയൊക്കെ ആയിരിക്കാം. ചെറിയ പിള്ളേർക്ക് ഇല്ല, ചോദിക്കും, അതിന് മറുപടി പറയണം. ഈ പറഞ്ഞതൊക്കെ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഇനി പഠിക്കണം. കുറെ കേട്ടില്ലേ, ഇനി എന്താക്കണം? പഠിക്കണം. ഇൻഷാ അല്ലാഹ് വേണ്ടവർക്ക് എന്തെങ്കിലും പേനി ബുക്കൊക്കെ ആയിട്ട് വരാം. അതൊന്നും കുട്ടികളുടെ പരിപാടിയല്ല, നമ്മൾ തുടങ്ങേണ്ട പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഒരുപാട് പഠിക്കാനും അതിലുപരി അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.